ഇവിടെയൊക്കെ എന്തൊരു മാറ്റം. ഈ വഴിയായിരുന്നല്ലോ അവളുടെ വീട്. ഇനി വീട് മാറിപ്പോയോ? അതാ ഒരു വീട്. അങ്ങോട്ട് പോയൊന്ന് അന്വേഷിക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ട കഥ പറയാമെന്ന്, അതിന്ന് പറ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പണ്ടാരനെയാ. നിനക്ക് പേടിയാവും. പണ്ടാരനോ? അതാരാ? 2 കണ്ണും നീണ്ട ചുണ്ടും തലി കൊമ്പുള്ള ഒരു ഭയങ്കര ജീവിയാ പണ്ടാരൻ. വാലില്ലല്ലോ പണ്ടാരന്. ആര് പറഞ്ഞു വാലില്ലെന്ന്? വലിയ വാലും 2 ചിറകുമുണ്ട് പണ്ടാരന്. രാത്രി ഇങ്ങനെ പമ്മി പമ്മി നടക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പറന്ന് മരത്തിന്റെ മുകളിലേക്ക് കയറും. പടപട പടപടാ. ചേച്ചി ആരോ വന്നു. പണ്ടാരനായിരിക്കും. ആരാ? എന്താ? തളിച്ചിക്കോഴിയുടെ വീട് എവിടാ മോളെ? വഴിയൊക്കെ ഞാൻ മറന്നുപോയി, ഒന്ന് പറഞ്ഞതാ. കോഴിയമ്മയുടെ വീടാണോ? അതെ, കോഴിയമ്മയുടെ വീട് തന്നെ. മിടുക്കി. ഞാൻ അവളുടെ മുത്തച്ഛനാ, പൂവൻ. ആണോ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരാൽമരമുണ്ട്. ആൽമരം കഴിഞ്ഞ് പോകുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാ മതി. കോഴിയമ്മയുടെ വീടായി. കുറെ നടക്കണം. ശരി ശരി, വളരെ ഉപകാരം മോളെ. പണ്ടാരൻ പോയി. ഏയ് പണ്ടാരാ. ഏതായാലും ഒന്നിരിക്കാം. അയ്യ, നല്ല കാറ്റ്. ഏതാ ഈ വയസ്സൻ കോഴി? കണ്ടിട്ട് ഇവിടെ എങ്ങും ഉള്ളതല്ല, വഴിതെറ്റി വന്നതാവും. ഒരനക്കവുമില്ല. ഒരു തമാശ ഒപ്പിച്ചാലോ? വാ വാ വാ. എന്താ പിള്ളേര് വെള്ളം വയ്ക്കുന്നത്? വഴി മറന്നുപോയല്ലോ. പിള്ളേരെ, ഈ തടിച്ചുകോഴിയുടെ വീട് ഇങ്ങോട്ടോ അങ്ങോട്ടോ? പതിയെ നടക്കാം. ഹായ് മാമ്പഴം. എത്തുന്നില്ലല്ലോ. അയ്യോ, എന്റെ മാമ്പഴം. അയ്യോ, മാങ്ങയോ? എന്തായാലും ആ തടിച്ചിയുടെ മക്കൾക്ക് കൊടുക്കാം. അത് എന്റെ മാമ്പഴമാണ്. ഇടാ കുഞ്ഞാ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ വാങ്ങാവുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതെ കൊച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, ഞാൻ ചത്തേ. അയ്യോ അയ്യോ. കിട്ടു ഉറങ്ങി.
അമ്മ വരുന്നതിന് മുമ്പ് തിരികെ എത്തണം. നീ എങ്ങോട്ടാ അപ്പു? ഞാനെന്റെ വള്ളിയും പാട്ടയും അന്വേഷിച്ച് ഇറങ്ങിയതാ. ഹേ, അതെവിടെ പോയി? ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു. കഷ്ടമായിപ്പോയി അപ്പു. ആ അപ്പൂപ്പനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പാവം അപ്പൂപ്പൻ രാവിലെ എന്നോട് വന്ന് വഴി ചോദിച്ചതാ. പക്ഷെ നിന്റെ അടുത്ത് എങ്ങനെ എത്തി? വാ അപ്പു, നമുക്ക് അപ്പൂപ്പനെ കണ്ടുപിടിക്കാം, എന്നിട്ട് വീട്ടിലെത്തിക്കാം. വാ. എനിക്ക് ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഓടി വായോ. വാ അപ്പു, നമുക്ക് നോക്കാം. അയ്യോ അപ്പൂപ്പ. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. അയ്യോ. വാ അപ്പു. അപ്പൂപ്പൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട. ആ വികൃതി പിടിച്ച പച്ചത്തുള്ളന്മാരാ എന്നെ വഴി തെറ്റിച്ചത്. ഓഹോ, വാ അപ്പൂപ്പ, അപ്പൂപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, മൂത്തവരോട് അല്പം കൂടി വിനയമാകാം. നിങ്ങൾ ആ കാർട്ടൂനെ കണ്ടു പഠിക്കേ. ഇത് എടുത്തോ, എടുത്തോ. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. ആയിരം കാന്താരി പൂത്ത പോൽ അന്തിക്കുമാനത്തു നക്ഷത്ര പൂക്കൾ കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാഥ കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാഥ കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാഥ കാണാം. ചൂടു തരുന്നതും അന്നമേകുന്നതും സൂര്യപ്രകാശമാണ് ഓർക്കണം നാം. പാരനെ പാലമൃതൂട്ടി നയിപ്പതും സൂര്യപ്രകാശമാണ് ഓർക്കണം നാം. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെട്ടം വരുമ്പോൾ ഇരുൾ മാഞ്ഞു പോയിടും നിഴലുകളോടി അകന്നു പോകും. വെട്ടം നമുക്കായി മഴവില്ലു തീർക്കുന്നു. വെട്ടം നിറയട്ടെ ലോകമെങ്ങും. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. പെണ്ണില കിണ്ണത്തിലൊത്തിരി പാലുമായി സന്ധ്യയ്ക്കണഞ്ഞിടും പൊന്നും വിളി.
കുറവില്ലല്ലോ. മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകയല്ലേ. അമ്മ എനിക്ക് വയ്യ അമ്മേ. ശോ, ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്ക്. മോളെ, നല്ല പനിയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അമ്മേ, ഞങ്ങൾ പോയി ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. അമ്മേ, ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാ. ശോ, പനി കുറയുന്നുമില്ല. ഞങ്ങൾ വഴി തെറ്റാതെ പോകാം അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടുന്ന് നേരെ പോകുമ്പോ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? ഇത് ഇടത്, ഇത് വലത്. എന്തോന്നാ? അല്ല, ഇത് വലത്, ഇത് ഇടത്. ഏതാ ഇടത്? ഇത്. അതെ, ഇതാണ് ഇടത്. ബബ്ലുന്റെ ഇടത് ഏതാ? ഇത്. മിടുക്ക്. അപ്പൊ വലതേതാ? രണ്ടുപേരും കൈ പൊക്കിക്ക്. ഇത്. ഇത്. അപ്പോ വലത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇടത്തേക്കാണെങ്കിലോ? അങ്ങോട്ട് പോകും. ശരി, ഇനി കേട്ടോ. ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? മനസ്സിലായമ്മേ. ആദ്യം ഇടത്, പിന്നെ വലത്. വലത്തോട്ടുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം പോകുമ്പോ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലേക്ക് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴേക്കുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് നടന്നാ മതി, ആശുപത്രി എത്തി. മനസ്സിലായോ? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. അപ്പോ തിരികെ വരുമ്പോ എങ്ങനെയാ? ഞങ്ങൾ പോയ വഴിയേ വരും. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വണ്ടി വേണ്ട, നടന്നു പോയാ മതി. എടാ ബബ്ലു, ഇനി വലത്തോട്ടോ ഇടത്തോട്ടോ? ഇടത്തോട്ട് തന്നെ. വലത്തോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? ഇടത്തോട്ട് തന്നെ, എനിക്ക് ഉറപ്പാ. വാ ബാനു, നമുക്ക് ഇടത്തോട്ട് പോവാം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ദേ അവിടെ ആ വലത്തോട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്. ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. എന്താ അസുഖം? പനി, ചുമയുണ്ട്. അയ്യോടാ, നിങ്ങളിൽ ആർക്കാ പനി? ചേച്ചിക്കാ അസുഖം. ഓഹോ, അപ്പൊ രോഗി വന്നില്ലേ? സാരില്ല ട്ടോ. ചേച്ചിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയണം. ആവിയും പിടിക്കണം. കുളിക്കണ്ട ട്ടോ. ഈ ഓറഞ്ചും കഴിക്കണം. 2 ദിവസത്തിനകം പനി മാറിയില്ലെങ്കിൽ ചേച്ചിയുമായി വരണം കേട്ടോ. ആ ശരി ഡോക്ടർ. അത് ചേച്ചിക്ക്. ദാ ഇത് നിങ്ങക്ക്. അച്ഛനോട് കുറച്ച് തേൻ വാങ്ങാൻ പറയണം. പറയാം. ചുമ വരുമ്പോൾ
ചേച്ചിക്ക് തേൻ കൊടുക്കണം. നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ശരി ഡോക്ടർ. ഇത് തന്നെയാ വഴി. ദേ അങ്ങോട്ട് നോക്ക്. ഹായ് തേൻ. ചേച്ചിക്കുള്ള തേൻ കിട്ടി. ഞാൻ കേറിയെടുക്കാം. ബബ്ലു കേറ് കേറ്. പൊട്ടിച്ചോ? പിടിച്ചോ. തേന് പോയി. നമ്മളിനി എന്ത് ചെയ്യും? നമുക്ക് പോവാം. വലത്തിടത്തായോ? ഇങ്ങോട്ട് തന്നെ. ഇനി അങ്ങോട്ടാ? ഏയ് ദേ അച്ഛൻ. എന്താ പേടിച്ചു പോയോ? വഴി തെറ്റിയോന്ന് സംശയം. ഡോക്ടറെ കണ്ടോ? കണ്ടു. ചേച്ചിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. ഓറഞ്ചും തന്നു. ചേച്ചിയുടെ പനി പോയോ അച്ഛാ? കുറഞ്ഞു. അച്ഛ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നേരെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോണം. ആ ശരി തന്നെ. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നപ്പോ ഇടത്തോട്ടാ തിരിഞ്ഞ്. അപ്പോഴിനി വലത്തോട്ട് വലത്തോട്ട്. മിടുക്കൻ. ഇനി എവിടെ വേണമെങ്കിലും ഞങ്ങള് പോവൂ അച്ഛാ. അങ്ങനെ വേണം. മനമിരുണ്ടു കറുത്തു വന്നു പെട്ടെന്നു പേമാരി പെയ്തിറങ്ങി. കരിയില പെട്ടെന്നു രക്ഷകനായി പിന്നെ ഇരുവരും യാത്രയായി. കരിയില പെട്ടെന്നു രക്ഷകനായി പിന്നെ ഇരുവരും യാത്രയായി. പെട്ടെന്നു മാനം കറുത്തു വന്നു മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. പെട്ടെന്നു മാനം കറുത്തു വന്നു മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. കരിയിലയെങ്ങു പറന്നു പോയി മണ്ണാങ്കട്ട അലിഞ്ഞു പോയി. കരിയില
മണൽക്കരിയില് എങ്ങോ പറന്നു പോയി, മണ്ണാക്കട്ട് അലിഞ്ഞു പോയി. പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. വികൃതി കുരങ്ങൻ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാല് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ളാം, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കിൽ എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് എന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ? ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവളിവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പോയിക്കോളാം.
പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ, ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചുടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്കൊരു ദോശ തരാം, പോരെ? ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട! എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു. ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിന് മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാല് പോയി കത്തി കിട്ടി ഡും ഡും ഡും. കത്തി കൊടുത്തു മാങ്ങ കിട്ടി ഡും ഡും ഡും. മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി ഡും ഡും ഡും. എണ്ണ കൊടുത്തു ദോശ വാങ്ങി ഡും ഡും ഡും. ദോശ കൊടുത്തു ചെണ്ട കിട്ടി ഡും ഡും ഡും. കുഞ്ഞിനൊരു കൊച്ചമളിപ്പറ്റി കാച്ചി വച്ച ചൂടുപാലിൽ ഓടിച്ചെന്നു നക്കി. കൊച്ചുനാക്കു പൊള്ളിയപ്പോൾ പാവപൂച്ച കേണു. മ്യാവ് 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 മ്യാവ്. ഒരു ദിവസം വിക്രമൻ സിംഹം വിശന്നു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ച വിക്രമൻ അവശനായി ഒരു മരത്തണലിലിരുന്നു. ഒരു മുയലെങ്കിലും ഈ വഴി വന്നിരുന്നെങ്കിൽ. എനിക്കാണെങ്കിൽ ഓടി നടന്ന് വേട്ടയാടാനും വയ്യ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷണ്ണനായിരുന്ന വിക്രമൻ മരത്തണലിൽ അല്പനേരം ഉറങ്ങിപ്പോയി. ഒരു പാറ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് വിക്രമൻ ഞെട്ടി ഉണർന്ന് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അതാ അവിടെ ഒരു ഗുഹ. വിക്രമൻ ഗുഹയുടെ അടുത്തേക്ക് ചെന്ന് അതിനു ചുറ്റും തിരഞ്ഞു. മണ്ണിൽ ചില കാൽപ്പാടുകളും കണ്ടു. ഏതായാലും ഒരു മൃഗം അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അവൻ ഇറങ്ങി വരുന്നതുവരെ കാത്തിരിക്കാം. വിക്രമൻ ചെടികൾക്കിടയിൽ മൃഗം വരുന്നതും കാത്ത് ഒളിച്ചിരുന്നു. സമയമേറെ കഴിഞ്ഞിട്ടും ഒരു മൃഗവും അതുവഴി വന്നില്ല. അപ്പോൾ വിക്രമന്
ഒരു ബുദ്ധി തോന്നി. ഞാനിങ്ങനെ വെളിയിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ മൃഗത്തെ പിടിക്കുമ്പോൾ അവൻ കുതറി രക്ഷപ്പെട്ടാലോ? ഗുഹയ്ക്കകത്ത് തന്നെ കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ താമസിക്കുന്ന കുറുക്കച്ചൻ അവിടെ എത്തി. ഗുഹയുടെ വെളിയിൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് കുറുക്കൻ ഒന്ന് നടുങ്ങി. അവൻ മണത്തു നോക്കിയും കാൽപെരുമാറ്റം ശ്രദ്ധിച്ചും ഗുഹയ്ക്കുള്ളിലെ മൃഗത്തെ തിരിച്ചറിയാൻ നോക്കി. ഏതായാലും ഉള്ളിൽ കയറുന്നത് അപകടമാണ്. ഒരു ബുദ്ധി പരീക്ഷിക്കുക തന്നെ കുറുക്കച്ചൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് വെളിയിൽ നിന്ന് വിളിച്ചുകൂവി, "അല്ലയോ ഗുഹേ, ഞാൻ വരുമ്പോൾ നീ എന്നും എന്നെ പേര് വിളിച്ച് സ്വീകരിക്കാറുണ്ടല്ലോ. ഞാൻ വന്നത് നീ കണ്ടില്ലേ?" മറുപടി പറഞ്ഞില്ലെങ്കിൽ കുറുക്കൻ തിരിച്ചുപോയാലോ എന്ന് ചിന്തിച്ച് വിക്രമൻ ഉച്ചത്തിൽ പറഞ്ഞു, "നീ വന്നത് ഞാൻ കണ്ടു. മടിക്കാതെ അകത്തേക്ക് കയറി വരൂ." അതിനുള്ളിൽ സിംഹമാണെന്ന് ശബ്ദത്തിൽ നിന്നും അവൻ തീർച്ചപ്പെടുത്തി. കുറുക്കച്ചൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നോക്കണേ കുറുക്കച്ചന്റെ ഒരു ബുദ്ധി.